ഫ്രണ്ട്സ്, ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ മഴക്കാലത്ത് നമ്മുടെ വണ്ടിക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് അനുഭവപ്പെടും. അത് എങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്കൊരു 12-13 ഒരു സ്പാനർ ആവശ്യമുണ്ട്. റിംഗ് സ്പാനറാണ്. അതോടൊപ്പം തന്നെ ഒരു 14-15 റിംഗ് സ്പാനർ, പിന്നെ ഒരു 19-18 റിംഗ് സ്പാനർ. ബാക്കി നമുക്ക് ഇപ്പോൾ പ്ലേ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ നമ്മളെ ബ്രേക്കിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് ഇതിന്ന് ഒഴിവാക്കി വെക്കണം. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് കണക്ഷൻ ആദ്യം ഒഴിവാക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ബ്രേക്കിൻ്റെ ഒഴിവാക്കിയതിന് ശേഷം നേരെ അതിന് തൊട്ട് താഴെ തന്നെ ഒരിതുണ്ട്. അപ്പോൾ അത് നമ്മൾ 12 സ്പാനർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൂസാക്കുന്നത്. ആദ്യം ഇതിൻ്റെ കണക്ഷൻ ഒഴിവാക്കി വെക്കണം. നമുക്ക് പൂർണ്ണമായിട്ടും ഈ ടയറിൽ നിന്ന് ഈ ബ്രേക്കും ഇതുപോലെ തന്നെ ഈ റാഡും ഒഴിവാക്കി വെക്കേണ്ടതാണ്. ഇത് മുഴുവൻ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീല് അഴിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ 19 സ്പാനർ ഉപയോഗിച്ചിട്ട് വീല് ഊരുകയാണ് കേട്ടോ. കയറി പിടിക്കുന്നത് നമ്മൾ ഏകദേശം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീലിൻ്റെ കണക്ഷൻ ഏതായിട്ട് ഊരി കഴിഞ്ഞിരിക്കുന്നു. ഇതപ്പോൾ നമ്മൾ തട്ടി അഴിക്കുക. വരണ്ട ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതാ ഊരിയെടുത്തപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്രേക്ക് ലൈനറാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിറയെ ചളി പൊടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഊരിയതിന് ശേഷം നോക്കിയാൽ നമ്മൾ വീലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടോ, നിറയെ പൊടിയാണ്, പൊടിയും ചെളിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിത് ആദ്യം ക്ലീൻ ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വീലൂരി നമ്മളെ കയ്യിലുള്ളത് ഇപ്പോൾ ബ്രേക്ക് ഷൂ ആണ്. അപ്പോൾ ആദ്യം ഇതിലുള്ള ചെളിയും പൊടിയൊക്കെ നമ്മൾ നന്നായിട്ട് കോട്ടൺ വേസ്റ്റ് എടുത്ത് തുടച്ച് ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീലിൻ്റെ ഈ ഡ്രമ്മും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മളത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം പേപ്പർ ഉപയോഗിക്കുക. ഒരു ചെറിയൊരു റഫ് ഇതിനെന്താ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തുടച്ച് കഴിഞ്ഞിരിക്കുന്നത് രണ്ടും ഏകദേശം നമ്മൾ ഒരു വിധം നമ്മൾ തുടച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുപോലെയുള്ള പേപ്പർ കാണാം. നമുക്ക് ഈ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. അല്ലല്ലേ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അതാ ബ്രേക്ക് ഷൂ കഴിഞ്ഞ് ഇനിയിപ്പോൾ വീൽ ഡ്രമ്മാണ് നമ്മൾ നന്നായിട്ട് തുടയ്ക്കാൻ പോകുന്നത്. വീൽ ഡ്രം നന്നായിട്ട് നമ്മളിതുപോലെ ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത് രണ്ടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് റീഫിറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ റീഫിറ്റ് ചെയ്യാണ്. റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബുഷ് ശ്രദ്ധിക്കുക. ഈ ബുഷ് കറക്റ്റായിട്ട് അതിലേക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. വീൽ ഏകദേശം അതിലേക്ക് കയറ്റി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇനി വീലിൻ്റെ ആക്സിൽ ഫിറ്റ് ചെയ്യുക. അതിന് ശേഷം വാഷർ ആദ്യം ഇടുക. പിന്നെ അതിന് ശേഷം നട്ടിടുക. നോർമൽ ടൈറ്റ് ഫുൾ ടൈറ്റ് പിടിക്കണം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഊരി വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, നട്ടും ബോൾട്ടും എടുത്തെടുത്തോ.
പറയടാ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. പിന്നിടാം. ആവശ്യത്തിന് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ ബ്രേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വീല് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ബ്രേക്ക് നമ്മളെ ആവശ്യത്തിനാണ് ചെയ്യേണ്ടത്. നമുക്ക് എത്രയാണോ വേണ്ടത് ആ രീതിയിൽ ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ വീല് ടൈറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പറഞ്ഞ പണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.